സംഭവിച്ചത്? ഇന്നലെ എനിക്ക് പോർഷൻ ഡ്യൂട്ടി ആയിരുന്നു. അപ്പം ഏകദേശം 7:45 7:50 വഞ്ചിനാട് വന്ന് കയറിയത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു കയറി. വന്നപ്പോഴത്തേക്കിന് ഞാൻ പോർഷൻ കൊടുത്തിട്ട് ഞാൻ ഓപ്സൈലോട്ട് വന്നപ്പോഴത്തേക്കിന് ഓപ്സൈലിൽ കൂടി കയറാൻ ശ്രമിച്ചതാണ്. വണ്ടി വിട്ടപ്പം കയറാൻ ശ്രമിച്ചാണ്. RPF റെയിൽവേ പോലീസ് ഫോഴ്സിൻ്റെ കണ്ണ് വെട്ടിച്ചാണ് അവർ കയറാൻ ശ്രമിച്ചത്. വഴിക്ക് പുള്ളിക്കാരൻ കൈവഴി താഴോട്ട് വീഴുകയായിരുന്നു. വീണ വഴിക്ക് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ പോകുമ്പോൾ ഞാനത് കണ്ടുകൊണ്ട് വരികയായിരുന്നു. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് ചാടി. എനിക്കറിയാം പുള്ളിക്കാരൻ അടിയിലായപ്പോൾ കാലോ കൈയോ പോവുകയും മരണം വരെ സംഭവിക്കുന്ന അവസ്ഥയായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ചാടി ഇറങ്ങി പുള്ളിക്കാരനെ പിടിച്ച് ഞാൻ ഒരു കാല് വെച്ച് പുള്ളിക്കാരൻ്റെ കാല് ഒതുക്കി കൈ വെച്ചു നല്ല ഫോഴ്സ് കൊടുത്താണ് വെച്ചത്. കാരണം പുള്ളിക്കാരൻ സ്വല്പം വീഴ്ചയില്ലാന്ന് തന്നെ സ്വല്പം അബ്നോർമലായിരുന്നു പുള്ളിക്കാരൻ. അങ്ങനെ വലിച്ച് വെച്ചതിന് ശേഷം പുള്ളിക്കാരൻ ഞാൻ വണ്ടി പോകുന്നവരെ ഞാൻ അവിടെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം വണ്ടി പോയപ്പോൾ എന്തായാലും യാതൊരുവിധ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പുള്ളിക്കാരനെ രക്ഷപ്പെടുത്തി എടുക്കുകയാണ് നമ്മൾ ചെയ്തത്. അത് വളരെ സന്തോഷമാണ്. നമ്മുടെ റെയിൽവേക്ക് ഞങ്ങൾക്ക് കയറിയുമ്പോൾ നമുക്ക് തരുന്നൊരിതാണ്, റെയിൽവേ എന്നുള്ള നിർദ്ദേശമാണ് നമുക്ക് പാസഞ്ചർ സേഫ്റ്റി. നമ്മുടെ ഓണറാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓണർ പാസഞ്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് സകലം നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസഞ്ചറിൻ്റെ സേഫ്റ്റി, ഒരു പാസഞ്ചറിന് നമുക്ക് സർവീസ് നൽകുന്നതാണ്. അപ്പം അവരുടെ സേഫ്റ്റി, അതോടൊപ്പം നമ്മുടെ സേഫ്റ്റി, കൂടാതെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കൗൺസിലിംഗ് ഒക്കെ തരുന്നുണ്ട്. ഡിവിഷനിൽ നിന്ന് നമ്മുടെ സ്റ്റേഷൻ മാനേജർ വഴിയൊക്കെ കണ്ടിന്യൂ കൗൺസിലിംഗ് ഇതിനാണ് പറയുന്നത്. നമ്മൾ പാസഞ്ചേഴ്സിനാണ് നമ്മൾ മുഖ്യമായിട്ടും മുൻഗണന നൽകുന്നത്. അത് ഞാൻ നിർവഹിച്ചു. അതിനോടൊപ്പം ഞാൻ എക്സ് സർവീസ്മാനുമാണ്. ആ ഒരു സ്പിരിറ്റും കൂടി എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ ജീവൻ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം 2.5 കൊല്ലം കഴിയുന്നു. ഞാൻ മൊത്തം റെയിൽവേക്ക് 6 കൊല്ലമായി. ആർമിയിൽ എത്ര വർഷം? ആർമിയിൽ ഞാൻ 16 കൊല്ലം സർവീസ് ചെയ്തിട്ട് ഇറങ്ങി. ഞാൻ ഹൈദരാബാദിലായിരുന്നു ആദ്യം പോസ്റ്റിംഗ്. അവിടെ ഇപ്പോൾ ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വന്നതാണ്. മുഴുവൻ പേര്? സുനിൽകുമാർ ദാസ്, സ്വദേശം ശക്തി മുതലാണ്.